ഹായ് എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞോ. നമ്മൾ ഇന്ന് പോകുന്നത് കുറച്ച് ഷോപ്പിങ്ങിലും പിന്നെ കുറച്ച് പരിപാടിക്കും പോയ കണ്ണൂർ കാർണിവൽ കൂടാ പപ്പയും. അപ്പൊ നമുക്ക് പോവാം. ഇന്നത്തെ വീഡിയോയില് നമ്മൾ പോകുന്നതും പിന്നെ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളും പിന്നെ നമ്മള് ഷോപ്പ് ചെയ്യുന്നതും എല്ലാം നിങ്ങളെ കാണിക്കാം. ഓക്കെ. പപ്പക്ക് എന്താ പറയണ്ട? നമ്മൾ കണ്ണൂർ കാർണിവലിലേക്ക് കണ്ണൂർ കാർണിവൽ മാത്രമായ പിന്നെ ഷോപ്പിംഗ്, ഡ്രസ് പർച്ചേസ്, ആദ്യം ഷോപ്പിംഗ്, ഹെയർ കട്ടിങ്. ഹെയർ കട്ടിങ്. ഇതിന്റെ ഹെയർ നമ്മൾ ഇന്ന് കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് പോവാം. നമ്മൾ കണ്ണൂർ കാർണിവല് പോകുന്നു. അപ്പൊ അതിനിടയിൽ നമുക്ക് ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട് ഡ്രസ് വാങ്ങുന്നത് വീട്ടിൽ നിന്ന് ഇടാൻ പോവാൻ. വീട്ടിൽ നിന്ന് ഇടാൻ പോവാനാ നമ്മൾ പോകുന്നു. ഇതാ ഡ്രൈവർ. അപ്പൊ നമ്മൾ കണ്ണൂർ തേക്കിലപ്പൊടി എത്തി. കഴിഞ്ഞു. നമ്മൾ TVS ഷോപ്പിലെത്തി. അതെന്റെ ഷോപ്പിൽ എന്റെ മാമൻ അങ്ങനെ നമ്മള് സ്റ്റുഡിയോയിലെത്തി. റൗണ്ട് കറങ്ങി അവസാനം ഒറ്റൊരു സ്പേസ്. ഈ സ്റ്റുഡിയോയിൽ ഇത്രയും തിരക്കുണ്ടാ? പാർക്കിങ്ങിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. സെക്യൂരിറ്റി പറഞ്ഞു നമുക്ക് ഒരു പാർക്കിംഗ് അവൈലബിൾ ആണ്. എവിടെയാണ്? അങ്ങ് ലാസ്റ്റ് ആണ്. എവിടെയാണ്? ഗോ സ്ട്രൈറ്റ്. അങ്ങനെ നമ്മൾ ഇത് കണ്ടിട്ട് രാത്രിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി. രാവിലെയാണ്. സ്റ്റുഡിയോന്റെ പാർക്കിംഗ് ഏരിയ ആണ്. വെളിച്ചമില്ലാത്തതുകൊണ്ട് നമ്മള് കാറിന്റെ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ സെക്യൂരിറ്റിക്കാരെ അലക്കിയ പറഞ്ഞു. ഒരു സ്പേസും ഇല്ലാണ്ട് ഒരു ഗ്ലാൻസ് എടുത്ത് മാറ്റി. കുറ്റം പറയല്ലടാ, കുറ്റം പറയല്ലേ. സംഭവം ഒന്നുമില്ല. നമുക്ക് ലാസ്റ്റ് പാർക്കിംഗ് കിട്ടി. തീരെ വെളിച്ചമില്ലാത്തൊരു പാർക്കിംഗ്, തീരെ സ്പേസ് ഇല്ല. പപ്പയുടെ പപ്പയുടെ പേഴ്സിൽ ഫുൾ പൈസ ആയിട്ട് നമ്മള് സ്റ്റുഡിയോയിലേക്ക് പോവാന്ന് ലാസ്റ്റ്. അതുകൊണ്ട് പേഴ്സ് കാണിക്കേ, ഫുൾ പൈസ ഉള്ള പേഴ്സ് അങ്ങോട്ട് കാണിക്കേ. കാർഡ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എനിക്ക് വല്ല ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒന്നുമല്ല ഗൈസ്. വല്ല കടേന്റെയോ വല്ല ഇങ്ങനെ എന്തിന്റെങ്കിലും കാർഡായിരിക്കും ഗൈസ്, അല്ലാണ്ട് പൈസയല്ല. ഞാൻ ഇറങ്ങിയ ചെമ്മീൻ പിടിക്കുന്ന ഡ്രസ്. ഫസ്റ്റ് ഒരു ഉത്തന്നെ എടുക്കാം അല്ലേ? അമ്മമ്മ ആദ്യം അമ്മമ്മക്ക് എല്ലാം വല്ല കാണുമ്പോൾ പ്രാതത്തിന് പോകുന്നുണ്ടോ? പണി കിട്ടി ഗൈസ്. നമ്മൾ വന്ന കളറ് ലൈറ്റ് ബ്ലൂ ആണ്. നമുക്ക് ഈ കളറിനനുസരിച്ചിട്ടുള്ളതില്ല. നിനക്കാ ഡ്രസ്സ്, എനിക്ക് വൈറ്റും ബ്ലൂ. നോക്ക്, ബ്ലൂ ആൻഡ് വൈറ്റ്, നോട്ട് സ്ലീവ്ലെസ്. അടുത്തതായിരിക്കും എടുക്കുന്നത്. ആർക്കാണ് എടുക്കുന്നത്? ആർക്ക് വേണ്ടിട്ടെടുത്ത്? അമ്മക്കെടുത്ത്, രുദ്രുവിനെടുത്ത്. ഇനി അടുത്തത് അനക്കെടുക്കണം, രാവിലേട്ടെടുക്കണം. രാവിലേട്ടെടുക്കണ്ടേ? ഓക്കേ. ഇതോന്ന്
നിനക്ക് എടുത്ത സാധനം എവിടെ? ആളെടുത്തോണ്ടോയി 78 കിട്ടിയാ? ഇതിലെടുത്തിനാ? വന്നിട്ട് ആകെ മൂഞ്ചി അവസ്ഥ. എടുത്തു വെച്ച ടീഷർട്ട് അവിടെ തന്നെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. 10 വലുത് രുദ്രാക്ഷ വന്നതാ. വളരെ നീണ്ട യുദ്ധത്തിന് ശേഷം രുദ്രാക്ഷ. അല്ല രുദ്ര, നീ എത്ര ടീഷർട്ട് എടുത്തു? 2 ടീഷർട്ട്. പപ്പക്ക് വേണ്ടിട്ട് എടുക്കാൻ പോകുക. പപ്പക്കേത കളറ്? ബ്ലൂ. ബ്ലൂ. അടുത്തതാണ് പപ്പേൻ്റെ. അപ്പൊ മമ്മി പപ്പേൻ്റെ ഡ്രസ്സ് പരുതുകയാണ്. ഇതാ പപ്പക്ക് ഡ്രസ് കിട്ടിയോ? മെൻസിന്റെ ഫ്ലോറിൽ വന്നിട്ട് രാവിലെ എടുക്കുന്ന മെൻസിന്റെ ടീഷർട്ട് കാണുന്നില്ലേ? ആയിരിക്കും ചിലപ്പോൾ നല്ലത് മെൻസിൻ്റെ. എപ്പം എല്ലാം ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുള്ളത്. ഇപ്പം എല്ലാം ബ്ലാക്ക് മാത്രം. ബ്ലാക്ക് ഡ്രസ്സും ബ്ലാക്ക് ടീഷർട്ട്. ഇതാണ് പപ്പ. ഇതാ ബ്ലാക്ക്. ഇതാണ് ബ്ലാക്ക്. ഇതാണ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ബ്ലൂ നോക്കുന്നത്. ലൈറ്റ് ബ്ലൂവും വൈറ്റും. നിറയെ വീട്ടിൽ ഫുള്ളും ബ്ലാക്ക് നിറഞ്ഞല്ലോ. വാവ് സൂപ്പർ. എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇടോ ഇടോ. ബീച്ചിൽ പോകുമ്പോഴേ അത് വേണം. He's looking at you. Looking at you. അതിനെന്ത്? അതിനെന്ത്? നോക്കിക്കോട്ടെ അല്ലേ? ഇതാ ഇതുപോലത്തെ ഒരു സാധനം, ഇതുപോലത്തെ ഒരു പിക്ചർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കാണിച്ചു തന്ന ഫോട്ടോയും രുദ്രാക്ഷ സെയിം അല്ലേ? സെയിം അല്ലേ? ചൈനക്കാരൻ. നിനക്ക് മതിയായില്ലല്ലടാ. ഞാനെടുത്തില്ല. ഇതെന്തിനക്ക്? ഓ ഇത് ഇവിടെ ഇരുന്നോ? മമ്മി എണീച്ചു തരാം. ഇവിടെ ഇരുന്നോ? നോക്കിയാ ഇവിടെ ഇരിക്കണേ. നല്ല സീറ്റ്. ഇരുന്നോ. ഞാനും ആക്ച്വലി കൃഷിൻ്റെ ഇപ്പാന്ന് ചോദിച്ചിട്ടായിരുന്നു. സോ ഹാർഡ്. മാറിക്കോ. ദിസ് ഇസ് മൈ സീറ്റ്. കാണുമ്പോൾ നല്ല കുഷിന്ന് തോന്നിയിട്ടിരുന്നതാണ്. ഭയങ്കര ഹാർഡായി. എൻ്റെ ബാക്കെല്ലാം വേദനയായി ടോട്ടലി. രുദ്രാക്ഷിന് ഒരു വൃത്തികെട്ട ശീലമുണ്ട്. എന്താണ് സ്പ്രേ അടിച്ച് മണം നോക്കി ട്രൈ ചെയ്ത്. ആരും ഇനി സ്റ്റുഡിയോയിൽ കയറ്റലുണ്ടാവില്ല കേട്ടോ. ക്യാമറയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒരുത്തം വന്നിട്ട് ഇവിടുത്തെ സ്പ്രേ കംപ്ലീറ്റ് തീർക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. അതെയോ? ഇവിടുത്തെ സ്റ്റാഫ് നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. നമ്മൾ ആക്ച്വലി എത്ര മണിക്ക് വന്നേ? 4 മണിക്ക് വന്ന്. 4 മണിക്ക് നമ്മൾ 3:30 വന്ന്. 3:30 വന്നിട്ട് നമ്മൾ 4 മണിക്ക് കാർണിവലിൽ കയറണം വെച്ച് അതും നടന്നില്ല. ഇപ്പം ഇനി എൻ്റെ എടുക്കണത്രേ. ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി. പ്രത്യേകിച്ച് എനിക്ക് 2 ടീഷർട്ട് എടുക്കണം. പിന്നെ ഫംഗ്ഷൻ ഇടാൻ ഞാനൊന്നും എടുക്കുന്നില്ല. ആക്ച്വലി നമ്മൾ ഫംഗ്ഷനാണ്. നമ്മൾ ബേബീൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ. എൻ്റെ ഒരു ഇതാ നമുക്ക് എന്ത് ഫംഗ്ഷനാണ് അത് പറഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് ഫംഗ്ഷനാണ്? ബർത്ത്ഡേ ഫംഗ്ഷൻ. രുദ്രാക്ഷി ചോദിച്ച് ഒരു ഡ്രസ്സ് ഇടുന്നോ മമ്മീന്ന്. ഏതാ ഡ്രസ്സ് എന്നറിയാം? ഈ ഡ്രസ്സ്. എന്നിട്ട് ഇവൻ്റെ എക്സ്പ്രഷൻ നോക്കിക്കോ. എന്താ
പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി എനിക്ക് ടീഷർട്ട് എടുക്കാനല്ലേ ഉള്ളൂ. എനിക്ക് 2 ടീഷർട്ട്. ചെരുപ്പ് നോക്കട്ടെ, സ്പഞ്ചിൻ്റെ ആ അത് ഫുട്പാത്ത് നോക്കിയാൽ പോരെ. അത് ഫുട്പാത്ത് മതി. ലാസ്റ്റ് ഞാൻ എൻ്റെ കളക്ഷൻസ് എടുക്കാം. എനിക്ക് ഇത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഞാനിങ്ങനെ മൊത്തം എടുക്കുന്നു. ഡയമണ്ട് കിട്ടി. ഡയമണ്ട് അത് നമുക്കത് ജ്വല്ലറി കൊടുത്തിട്ട് പോവാം. സാധനം ഭയങ്കര രീതിയിൽ കവർ വലിക്കാൻ കഴിഞ്ഞൊരു മനുഷ്യൻ. അങ്ങനെ നമ്മൾ ഈ നീണ്ട യുദ്ധത്തിന് ശേഷം നമ്മൾ ബില്ലടിക്കാൻ പോവാണ് ഗൈസ്. ഇഷ്ടമായി വേണ്ട. സെലക്റ്റഡ് ബൈ രുദ്രാക്ഷ്. രുദ്ര വേണം എനിക്കിത്. എനിക്ക് വേണം ഇത്. ഇതിന് ബില്ലിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്നത് ലാസ്റ്റ് പൊളിയും. ലാസ്റ്റ് ഫിനിഷ്ഡ്. ഇനി നമ്മൾ അടിക്കാൻ പോകുന്നുണ്ടോ? നമ്മൾ സ്പഞ്ചിന്റെ ചെരുപ്പ് മേടിക്കാൻ പോകും. 3 മാസമായി പറയാൻ തുടങ്ങിയിട്ട് മിറ്റത്ത് നിന്നിടാൻ സ്പഞ്ചിന്റെ ചെരുപ്പ്. രാവിലേട്ടനോടെല്ലാം പറഞ്ഞാൽ നമ്മള് സ്റ്റുഡിയോന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരത്തെ ചെയ്തില്ലേ, നീ ഇപ്പൊ ഓർമ്മ സ്റ്റുഡിയോന്ന് ഇറങ്ങി. രുദ്രാക്ഷിന് ഷൂ വാങ്ങാൻ വന്നു. സ്റ്റാഫ് തിരക്കായതുകൊണ്ട് രുദ്രാക്ഷി തന്നെ തപ്പിപ്പിടിച്ചിട്ട് അവന് വേണ്ട ഷൂ കണ്ടുപിടിച്ചു. ലേസല്ല ലേസ്. ഷോപ്പിലെത്തി. രുദ്രാക്ഷി ടയേർഡായല്ലേ? ഷോപ്പിൽ വന്ന് കിടക്കില്ല, എണീച്ചിരിക്കും. സെക്കൻഡ് ഷോപ്പ് റെഡ് ഷൂ. സൈസ് നോക്കാനാണ് ടോപ്പ്. സാധനം വന്നിട്ട് രുദ ബോറ. ഈ സാധനം ബോറുന്ന. വാവ് സൂപ്പർ. ഇഷ്ടായില്ല? ലൈറ്റ് എത്തിയപ്പോ ഇഷ്ടായില്ലേ? ലൈറ്റ് got Spider-Man with light. Happy? വേറെ ഷൂ നോക്കണ്ടോ? നമ്മൾ ഷൂവും വാങ്ങി ചെരുപ്പും വാങ്ങി. ഇനി എന്താ പരിപാടി? ഞാൻ ബാക്ക് എടുക്കാൻ മാത്രം കയറുന്നുണ്ട്. ബാക്കി മൊത്തം ഞാൻ എടുക്കാം. മേള നടക്കൂല. ഇന്നിപ്പോൾ ടൈം എത്രയായി? ഇന്നിപ്പോൾ 6:30. നാളെ വരും. നമ്മൾ നാളെ വരും. 7:30 ഹായ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വീട്ടിലെത്തി. നമ്മൾ ഫുഡ് കഴിച്ച് എവിടുന്ന്? റാന്തലിന്ന്. എൻ്റെ പറയാൻ നോക്കുമ്പോഴത്തേന് ഫോണ് സ്വിച്ച് ഓഫായി. ഇപ്പൊ വീട്ടിലെത്തി. സാധനങ്ങൾ അൺബോക്സിങ്. അപ്പൊ ഗുഡ് ബൈ. നെക്സ്റ്റ് വീഡിയോ കാണും വരെ ഗുഡ് ബൈ. ഗുഡ് ബൈ.